എല്ലാവർക്കും നേരെ നേരെ നിൽക്കാം. കൈകൾ രണ്ടും ഇട്ടോപാസന സ്ഥിതി. പാശ്ചന്യസന്ധി ഭ്രമണയാണ് നമ്മുടെ ആംഗിൾ ജോയിൻസ് ഭ്രമണ. കാലുകൾ മുന്നോട്ട് നീട്ടിയിട്ട് കാൽപാദം വലത്തോട്ട് തിരിക്കാം. പൂരക രേചക, പൂരക രേചക. ഇടത്തെ കാല് ക്ലോക്ക് വൈസ് ആയിട്ട് തിരിക്കാം. പൂരക രേചക, പൂരക രേചക. വലത് കാല് ആന്റി ക്ലോക്ക് വൈസ്. കാൽപാദം താഴോട്ട് പിടിക്കാം. അവിടെ നിന്ന് ഇങ്ങോട്ട്. പൂരക രേചക, പൂരക രേചക. ഇടത്തെ കാല് പൂരക രേചക, പൂരക രേചക. അടുത്തത് ജാനുസന്ധി ഭ്രമണയാണ്. രണ്ട് കൈപ്പത്തികൾ കാൽമുട്ടിന്റെ മുകളിൽ വെക്കാം. ക്ലോക്ക് വൈസ് ആയിട്ട് രണ്ട് കാലം ഒന്നിച്ച് തിരിക്കാം. പൂരക രേചക, പൂരക രേചക. ആന്റി ക്ലോക്ക് വൈസ്. പൂരക രേചക, പൂരക രേചക. കാലൽപ്പം അകത്തി വെക്കാം. രണ്ട് കാല് സെപ്പറേറ്റ് ആയിട്ട് തിരിക്കാം. പൂരക രേചക, പൂരക രേചക. ഇനി ഉള്ളിൽ നിന്ന് പുറത്തോട്ട് എടുക്കാം. പൂരക രേചക, പൂരക രേചക. അടുത്തതായി നമ്മുടെ ഉരുസന്ധിയാണ്. ഉരുസന്ധി തൊടയുടെ സന്ധിയാണ്. ആദ്യം നമുക്ക് മുമ്പിന്ന് പുറകിലോട്ട് എടുക്കാം. പൂരക രേചക, പൂരക രേചക. ഇടത്തെ കാല് പൂരക രേചക, പൂരക രേചക. ഇനി പുറകുന്ന് മുന്നോട്ട് എടുക്കാം. കാല് പൂരക രേചക, പൂരക രേചക. ഇടത്തെ കാല് പൂരക രേചക, പൂരക രേചക. അടുത്തത് കടിസന്ധി. രണ്ട് കൈകളും കുറച്ച് സ്ലോ ആക്കി. ശരി. അടുത്തായി നമ്മളെ കടിസന്ധിയാണ്. കടിസന്ധി ഭ്രമണയാണ്. അരക്കെട്ടിന് ഭ്രമണം ചെയ്യാം. രണ്ട് കൈകളും രണ്ട് ഭാഗത്തേക്കായി നീട്ടി വിമാനാസന സ്ഥിതിയിൽ നിർത്താം. രണ്ട് കൈകൾ ഇങ്ങനെ രണ്ട് ഭാഗത്തേക്കായി പ്രസ് ചെയ്ത് നിൽക്കുന്ന രീതിയിൽ കൈകൾ അനങ്ങാതെ ഇങ്ങനെ വെക്കാം. അരക്കെട്ടിന് മാത്രം നമുക്ക് ഭ്രമണം കൊടുക്കാം. പൂരക രേചക, പൂരക രേചക. ക്ലോക്ക് വൈസ്. പൂരക രേചക. അടുത്തത് ആന്റി ക്ലോക്ക് വൈസ്, ഓപ്പോസിറ്റ് ഡയറക്ഷൻ. പൂരക രേചക, പൂരക രേചക, പൂരക രേചക. കൈകൾ രണ്ടും താഴ്ത്തി വെക്കാം. അല്പം വിശ്രാന്തി. ഭ്രമണം ചെയ്തത് മൂലം ഭാഗങ്ങളിലൊക്കെ വന്ന മാറ്റങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കാം. ജോയിൻസുകളൊക്കെ വന്ന വ്യത്യാസങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കാം. ഇനി നമ്മൾ കൈകൾക്കാണ് ഭ്രമണം കൊടുക്കുന്നത്. ആദ്യം നമ്മുടെ സ്കന്ധസന്ധിയാണ്. ഈ ഷോൾഡർ ജോയിന്റ് ആണ്. അത് 3 പ്രകാരത്തിലാണ് നമ്മൾ ചെയ്യുന്നത്. ആദ്യം ഷോൾഡർ മുന്നോട്ടും പുറകിലോട്ടായിട്ട് ഇങ്ങനെ തിരിക്കാം. ഇങ്ങനെ തിരിക്കാം. തുടങ്ങാം. പൂരക രേചക, പൂരക രേചക. ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ പുറകിലോട്ടായിട്ട് തിരിക്കാം. പൂരക രേചക, പൂരക രേചക. അടുത്തതായി പൂർപ്പുരസന്ധി ഭ്രമണയാണ്. നമ്മുടെ ഈ കൈയുടെ ഈ ജോയിന്റ് ആണ്. കൈകൾ രണ്ടും നമ്മുടെ ദേഹത്തോട് ചേർത്ത് ഇവിടെ ലോക്ക് ചെയ്ത് വെക്കാം. വയറിനോട് ലോക്ക് ചെയ്ത് വെക്കാം. കൈകൾ മാത്രം നമുക്ക് റൊട്ടേഷൻ ചെയ്യാം ക്ലോക്ക് വൈസ് ആയിട്ട്. കൈപ്പത്തി മുകളിലോട്ട്. പൂരക രേചക, പൂരക രേചക. ഓപ്പോസിറ്റ് ഡയറക്ഷൻ. പൂരക രേചക, പൂരക രേചക. കൈപ്പത്തികൾ രണ്ടും താഴോട്ട് ഭൂമിയിലോട്ട് ഫേസ് ചെയ്യുന്ന രീതിയിൽ വെക്കാം. അവിടെ നിന്ന് പൂരക രേചക, പൂരക രേചക. ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ. പൂരക രേചക, പൂരക രേചക. അടുത്തായി നമ്മുടെ മണിബന്ധ സന്ധി ഭ്രമണയാണ്. കൈകൾ വിരലുകളെല്ലാം ചേർത്ത് പിടിക്കാം. ഇങ്ങനെ പിടിച്ച് വലത്തോട്ട് ഇങ്ങനെ തിരിക്കാം. പൂരക രേചക, പൂരക രേചക, പൂരക രേചക. ഇനി ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ. പൂരക രേചക, പൂരക രേചക, പൂരക രേചക.
ഒന്ന് ശ്രദ്ധിക്കാം, ജോയിൻസ് ഒന്ന് ശ്രദ്ധിക്കാം. ഇനി മേരുദണ്ഡ അർദ്ധകടി പരിഭ്രമണയാണ്. നമ്മൾ നേരെ നിൽക്കാം, സ്ട്രെയിറ്റ് ആയിട്ട് നിൽക്കാം. ഇവിടെ നിന്ന് ഇങ്ങനെ വലത്തോട്ട് ഇങ്ങനെ തിരിക്കാം. നമ്മുടെ കൈകളുടെ പൊസിഷൻ നോക്കാം. ഇടത്തെ കൈയുടെ പൊസിഷൻ നമ്മുടെ ഈ ഇതിന്റെ അടുത്ത് എന്ന് വെച്ചാൽ അരക്കെട്ടിന്റെ അടുത്തിലേക്ക് വരണം. വലത് കൈ നമ്മുടെ ഇടത്തെ ഭാഗത്തെ ഈ വൃഷ്ടഭാഗത്തോട് ചേർത്ത് വരുന്ന രീതിയിലാണ് നമ്മൾ തിരിയുന്നത്. നമ്മുടെ ബോഡി അങ്ങോട്ട് ട്വിസ്റ്റ് ചെയ്യാം. പൂരക രേചക, പൂരക രേചക, പൂരക രേചക, പൂരക രേചക. അടുത്തായി നമ്മൾ ഫിംഗേഴ്സിന് ചാലന കൊടുക്കുകയാണ്. അതായത് നമ്മുടെ കൈകൾ വളരെ ഫാസ്റ്റ് ആയിട്ട് കൈവിരലുകൾക്ക് ചലിപ്പിക്കുക. കൈവിരലുകൾ ഇങ്ങനെ ചലിപ്പിക്കാം. പൂരക രേചക ചെയ്തുകൊണ്ട് ചലിപ്പിക്കാം. ഫാസ്റ്റ് ആയിട്ട് ചെയ്യാം. പൂരക രേചക, പൂരക രേചക, പൂരക രേചക. കൈകളുടെ നേരെ തിരിച്ചു പിടിക്കാം, പുറകിലോട്ട് തിരിച്ചു പിടിക്കാം. അവിടെ നല്ല രീതിയിൽ വിരലുകൾ കുടയുക. പൂരക രേചക, പൂരക രേചക, പൂരക രേചക. ഇനി ബാഹുബന്ധ ഭ്രമണയും അതായത് ചാലനയും ഭ്രമണയാണ്. ഇടത് കൈയുടെ ഈ 3 വിരലുകൾ, അതായത് ചൂണ്ടുവിരൽ, നടുവിരൽ, ഈ മോതിരവിരൽ ഇങ്ങനെ പിടിക്കാം. അതിനെ വലത് കൈ കൊണ്ട് ഇങ്ങനെ ലോക്ക് ചെയ്ത് പിടിക്കാം. ഏറ്റവും താഴെ ഇങ്ങനെ പിടിക്കാം. അവിടെ നിന്ന് നമ്മുടെ പൂരക ചെയ്തുകൊണ്ട് നമ്മുടെ നെഞ്ഞിന് നേരെ കൊണ്ടുവരാം. അവിടെ നിന്ന് രേചക ചെയ്തുകൊണ്ട് വലത്തോട്ട്. പൂരക വീണ്ടും തിരിച്ചു വരാം. രേചക ചെയ്തുകൊണ്ട് ഇടത്തോട്ട്. പൂരക തിരിച്ചു വരാം. രേചക ചെയ്തുകൊണ്ട് വലത്തോട്ട്. പൂരക നേരെ വരാം. രേചക ചെയ്തുകൊണ്ട് ഇടത്തോട്ട്. പൂരക നേരെ വരാം. ഇനി ഇവിടെ നിന്ന് ഭ്രമണയാണ്. ഇങ്ങനെ ക്ലോക്ക് വൈസ് ആയിട്ട് മുന്നോട്ട്, അതായത് സൈഡിൽ നിന്ന് കാണിക്കാം. ഇങ്ങനെ തിരിക്കാം. ആദ്യം 2 റൗണ്ട്, പിന്നെ ഓപ്പോസിറ്റ് ഡയറക്ഷൻ 2 പ്രാവശ്യം ചെയ്യും. നെഞ്ഞിന് നേരെ ഇങ്ങനെ പിടിക്കാം. അവിടെ നിന്ന് പൂരക ഹാഫ് റൗണ്ട്, രേചക നെക്സ്റ്റ് ഹാഫ്. പൂരക രേചക. ഇനി ഇവിടുന്ന് ഓപ്പോസിറ്റ് ഡയറക്ഷൻ. പൂരക രേചക, പൂരക രേചക. കൈകളുടെ താഴ്ത്തി വെക്കാം. കാലൽപ്പം മാറ്റി വെച്ചുകൊണ്ട് വിശ്രാന്തി. അടുത്തതായി നമുക്ക് ഗ്രീവസന്ധി ചാലനയും ഭ്രമണയും ചെയ്യാം. ഗ്രീവ എന്ന് പറയുമ്പോഴേക്ക് നമ്മുടെ കഴുത്തിന്റെ ഭാഗത്തേക്കാണ് നമ്മൾ ചാലന കൊടുക്കുന്നത്. കഴുത്തിന്റെ ഭാഗം മാത്രം ശ്രദ്ധിച്ച് ചെയ്യാം. കൈകൾ രണ്ടും ഈ രീതിയിൽ ലോക്ക് ചെയ്ത് നമ്മുടെ പുറകിൽ വെക്കാം. ഒരു വിരലിന്റെ ഇടയിൽ മറ്റേ വിരലിട്ട് ഇങ്ങനെ ലോക്ക് ചെയ്ത് നമ്മുടെ പുറകിൽ ഇങ്ങനെ പിടിക്കാം. ഈ രീതിയിൽ പിടിക്കാം. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നേരെ നിൽക്കാം. കഴുത്ത് നേരെ വെച്ചുകൊണ്ട് നിൽക്കാം. തല, കഴുത്ത്, ബോഡിയൊക്കെ നേരെ വെച്ചുകൊണ്ട് നിൽക്കാം. ഇവിടെ നിന്ന് പൂരക ചെയ്തുകൊണ്ട് കഴുത്ത് മുകളിലോട്ട്, തല മുകളിലോട്ട് തിരിക്കാം. രേചക നേരെ, പൂരക താഴോട്ട്, രേചക നേരെ, പൂരക മുകളിലോട്ട്, രേചക നേരെ, പൂരക താഴോട്ട്, രേചക നേരെ. ഇനി നമ്മുടെ തല നേരെ സൈഡിലേക്ക് തിരിക്കാം. നമ്മുടെ ചെവി വന്ന് നമ്മുടെ തോളിലേക്ക് മുട്ടുന്ന രീതിയിലേക്ക് നമുക്ക് നിൽക്കാം. പൂരക ഇടത്തോട്ട്, രേചക നേരെ, പൂരക വലത്തോട്ട്, രേചക നേരെ, പൂരക ഇടത്തോട്ട്, രേചക നേരെ, പൂരക വലത്തോട്ട്, രേചക നേരെ. ഇനി പൂർണ്ണമായിട്ട് തല ഇടത്തോട്ടും വലത്തോട്ടും തിരിക്കാം. കഴുത്ത് നിന്ന് നേരെ ഇടത്തോട്ട്. പൂരക രേചക നേരെ, പൂരക വലത്തോട്ട്, രേചക നേരെ, പൂരക ഇടത്തോട്ട്, രേചക നേരെ, പൂരക വലത്തോട്ട്, രേചക നേരെ. ഇനി ഇവിടെ നിന്ന് നമുക്ക് കഴുത്തിന് റൊട്ടേഷൻ കൊടുക്കാം. താഴെ വന്ന് നേരെ ലെഫ്റ്റ് സൈഡിലൂടെ ഒരു ഹാഫ് റൗണ്ട് എടുക്കാം. മുകളിലോട്ട് പോവാം. അവിടെ നിന്ന് റൈറ്റ് സൈഡിലൂടെ ഹാഫ് റൗണ്ട് താഴോട്ട് വരാം, രേചക ചെയ്തുകൊണ്ട്. അപ്പൊ തുടങ്ങാം. പൂരക രേചക,
പൂരക രേചക. ഇനി ഓപ്പോസിറ്റ് ഡയറക്ഷനിലെത്തിക്കാം. പൂരക രേചക. പൂരക രേചക. കൈകളൊന്ന് താഴ്ത്തി ഒന്ന് ശ്രദ്ധിക്കാം. കഴുത്തിന്റെ ഭാഗത്ത് ഉണ്ടായ വ്യത്യാസങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കാം. ഇനി കണ്ണുകൾക്കാണ് നമ്മൾ ചാലന കൊടുക്കുന്നത്. കണ്ണുകൾക്ക് ചാലനയും ഭ്രമണവും ചെയ്യാം. കൈകൾ വീണ്ടും നേരത്തെ നമ്മൾ നിന്ന അതേ സ്ഥിതിയിൽ പുറകിലോട്ട് രണ്ട് കൈകളും പരസ്പരം ലോക്ക് ചെയ്ത് നിർത്താം. ഇവിടെ നിന്ന് കണ്ണുകൾ പരമാവധി തുറന്ന് പിടിക്കാം. ഐബോൾസ് മാത്രം നമുക്ക് ചലിപ്പിക്കാം. നേരെ നോക്കാം. കണ്ണുകൾ തുറന്നു വെക്കാം. പൂരക ചെയ്തുകൊണ്ട് ഐബോൾസ് മുകളിലോട്ട്. രേചക നേരെ. പൂരക താഴോട്ട്. രേചക നേരെ. പൂരക മുകളിലോട്ട്. രേചക നേരെ. പൂരക താഴോട്ട്. രേചക നേരെ. പൂരക ചെയ്യുമ്പോൾ നേരെ നമ്മൾ ദൃഷ്ടി നേരെ മുകളിലോട്ട് നമ്മുടെ റൂഫിന്റെ ഭാഗത്തേക്ക് നോക്കാം. രേചക ചെയ്യുമ്പോൾ നേരെ നോക്കാം. പൂരക വീണ്ടും ചെയ്യുമ്പോഴേക്ക് ഭൂമിയിലോട്ട് നോക്കാം. രേചക ചെയ്യുമ്പോഴേക്ക് നേരെ നോക്കാം. ഇവിടെ ഇന്നിനി ആംഗിൾസ് നമുക്ക് ഐബോൾസ് ആംഗുലറായിട്ട് ചലിപ്പിക്കാം. ആദ്യം ഇടത്തെ കണ്ണിന്റെ ഐബോള് മുകളിലോട്ട് വരുന്ന രീതിയിൽ ഇങ്ങനെ നോക്കാം. ഇടത്തെ ഭാഗത്തൂടെ മുകളിലോട്ട്. പിന്നെ നേരെ നോക്കാം. പിന്നെ വലത്തെ ഐബോള് താഴോട്ട് ഭൂമിയിലോട്ട് നോക്കുന്ന രീതിയിൽ നോക്കാം. പിന്നെ അതിന് ഓപ്പോസിറ്റ് ആയിട്ട് ചെയ്യാം. തുടങ്ങാം. ദൃഷ്ടി നേരെ ഇരിക്കുകയാണ്. അവിടെ നിന്ന് പൂരക ചെയ്തുകൊണ്ട് ഇടത്തെ ഐബോള് ഇടത്തെ കോർണർ ടോപ്പ് നോക്കാം. രേചക നേരെ. പൂരക വലത്തെ ഐബോള് താഴെ ഭൂമി നോക്കുന്ന രീതിയിൽ നോക്കാം. രേചക നേരെ. പൂരക ഇടത്തെ കോർണർ ടോപ്പ്. രേചക നേരെ. പൂരക വലത്തെ കോർണർ ഡൗണ്. രേചക നേരെ. ഇത് നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് നോക്കാം. പൂരക വലത്തെ കോർണർ അപ്പ്. രേചക നേരെ. പൂരക ഇടത്തെ കോർണർ ഡൗൺ. രേചക നേരെ. പൂരക വലത്തെ കോർണർ അപ്പ്. രേചക നേരെ. പൂരക ഇടത്തെ കോർണർ ഡൗൺ. രേചക നേരെ. ഇനി കണ്ണുകൾ നേരെ ലെഫ്റ്റും റൈറ്റും ചലിപ്പിക്കാം. രണ്ട് ഐബോൾസും ലെഫ്റ്റോട്ട് നേരെ റൈറ്റോട്ട് അരികെ നേരെ നോക്കാം. അവിടെ നിന്ന് പൂരക ചെയ്തുകൊണ്ട് ലെഫ്റ്റോട്ട് നോക്കാം. രേചക ചെയ്തുകൊണ്ട് നേരെ. പൂരക റൈറ്റ്. രേചക നേരെ. പൂരക പൂർണ്ണമായി ലെഫ്റ്റ്. രേചക നേരെ. പൂരക റൈറ്റ്. രേചക നേരെ. ഇനി കണ്ണുകൾക്കൊന്ന് റൊട്ടേഷൻ കൊടുക്കാം. ആദ്യം രണ്ട് കണ്ണ് ഐബോൾസും നേരെ ഇടത്തെ ഭാഗത്തൂടെ നേരെ ടോപ്പിൽ പോയിട്ട് അവിടുന്ന് വലത്തെ ഭാഗത്തൂടെ താഴോട്ട് ഇറങ്ങുന്ന രീതിയിൽ നമുക്ക് ഐസ് റൊട്ടേറ്റ് ചെയ്യാം. പൂരക ചെയ്തുകൊണ്ട് ഇടത്തെ ഭാഗത്തൂടെ തിരിച്ച് മുകളിലേക്ക് എത്തിക്കാം. രേചക ചെയ്തുകൊണ്ട് വലത്തൂടെ കറക്കി താഴെ എത്തിക്കാം. തുടങ്ങാം. പൂരക രേചക. പൂരക രേചക. ഇനി നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് വലത്തെ ഭാഗത്തൂടെ തിരിച്ച് ഇടത്തോട്ട് ഇറക്കാം. പൂരക രേചക. പൂരക രേചക. ഒന്ന് കണ്ണുകളെ മസാജ് ചെയ്യാം. നമ്മുടെ ഈ നടുവിരൽ കൊണ്ട് ഒന്ന് കണ്ണിനെ ഇങ്ങനെ തടവി കൊടുക്കാം. ഇനി അതിൽ പ്രകാരം രണ്ട് ചെയ്യാം. നമ്മുടെ രണ്ട് ചൂണ്ടുവിരലുകൾ നമുക്ക് നേരെ ഇങ്ങനെ നീട്ടിപ്പിടിക്കാം. ഈ രീതിയിൽ നീട്ടിപ്പിടിക്കാം. നമ്മുടെ രണ്ട് ഐബോൾസ് ഓരോ ചൂണ്ടുവിരലിലേക്ക് നോക്കുന്ന രീതിയിലേക്ക് നിർത്താം. എന്നിട്ട് നമുക്ക് രണ്ട് വിരലുകളും കൂടി ഇങ്ങനെ തിരിക്കാം. അപ്പൊ നമ്മുടെ ഐബോൾസ് അതിനനുസരിച്ച് ചലിപ്പിക്കാം. പൂരക രേചക. പൂരക രേചക. ഓപ്പോസിറ്റ് ഡയറക്ഷൻ ചെയ്യാം. പൂരക രേചക. പൂരക രേചക. വീണ്ടും ഒന്നുകൂടി കണ്ണുകൾക്ക് മസാജ് കൊടുക്കാം.